ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് ഓണം. ഇന്ന് ഓണമാണ്. അപ്പം ഞാൻ വീട്ടിലുള്ളത്. അപ്പം ഞാനുണ്ടല്ലോ രാവിലെ റെഡി ആയിട്ട് ഞാൻ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നു. ആൻഡ് ഇന്ദിരമ്മ ഫുൾ സദ്യയൊക്കെ റെഡിയാക്കി. ആൻഡ് അമ്മേനോട് ഞാൻ പറഞ്ഞു, ഈ ഒരു പൊട്ട് ഇത് അമ്മയുടെ ഒരു സ്റ്റൈലാണ്, ലൈക്ക് പുതിയ സ്റ്റൈൽ, ചന്ദനം തൊട്ടിട്ട് അതിൻ്റെ മേലെ വേറൊരു പൊട്ട്. ആൻഡ് അമ്മ എനിക്ക് തോന്നുന്നു ലൈറ്റ് ഇടാണ്ടാണ് പാവം എൻ്റെ മമ്മിജി പൗഡർ ഇട്ടത്. പക്ഷെ കുഴപ്പമില്ല, പ്രിട്ടി ആയതുകൊണ്ട് പ്രശ്നമില്ല അത്ര. പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് തുടയ്ക്കാം. യെസ് അമ്മ, ഇത് ഫാഷനാണോ? ലൈക്ക് രണ്ട് പൊട്ട് ഫാഷനല്ല. ഞാൻ അച്ഛൻ്റെ ഇവിടെ തൊടും, ഇപ്പൊ ഇവിടെ ഒന്ന് തൊടുക. അങ്ങനെയാണെങ്കിൽ നെറ്റ് വലുതുണ്ടല്ലോ ഇങ്ങനെ. ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നു നമ്മൾ ജസ്റ്റ് സ്പ്രെഡ് ചെയ്തൊരു ചന്ദനം പോലെ ആക്കുവാണെങ്കിൽ മച്ച് ബെറ്റർ. ഇങ്ങനെ മതി. ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, നല്ല സാരി. ഇത് ആക്ച്വലി അമ്മയുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തതാ. യെസ്, നല്ല മണിയമ്മയുടെ മോൻ മേടിച്ചതാ, ബിജീഷ്. അമ്മയുടെ ഫ്രണ്ടിന്റെ മോൻ മേടിച്ചു, ബിജീഷ് ചേട്ടൻ മേടിച്ചു കൊടുത്തത് അമ്മയ്ക്ക് ഓണത്തിന് ഈ സാരി. യെസ്, നമ്മുടെ സദ്യ ഫുൾ റെഡിയായി. നമ്മുടെ എല്ലാം ഇന്ദിരമ്മയാണ് ഫുൾ ഉണ്ടാക്കിയത്. ഞാനും ഗായു ഇത് കഴിക്കാൻ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. ഗായു ഓൾറെഡി പപ്പടം കഴിക്കാൻ ഉണ്ടല്ലോ. ബാക്കിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങി. കാരണം അതൊരു ത്രെഡിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ പ്ലേറ്റ്സ് എടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പം അത് ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അത് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ന്യൂ ബ്ലൗസ്. ഫുഡ് കഴിച്ച് എല്ലാവരും ടയേർഡായിട്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് ആകെ ഉറക്കം വരുന്നു. എന്താ കാണുന്നേ? കാണുന്നത് ഒരു കുട്ടിയുടെ കാണുക. യൂട്യൂബ്. ഓക്കെ, യെസ്, എല്ലാവരും ഫുഡ് കോമയിലാണ്. സോ ഇനിയിപ്പോൾ ഞാൻ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തു. കാരണം എൻ്റെ ബ്ലൗസ് ഇത് പൊട്ടാറായ നൂല് ഇനി അത് സ്റ്റിച്ച് ചെയ്ത് ശരിയാക്കണം. യെസ്, അപ്പോൾ ചിലപ്പോൾ ഇന്ന് ഈവനിങ് അമൃതേച്ച് വരുമായിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ബൈ. നമ്മൾ പിക്കിൾ ബോൾ കളിക്കാവുന്ന ഞാൻ കുറേ നാളായി കളിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം അമൃതേച്ചിയും ഗായവും എല്ലാവരുമായിട്ട്. എനിക്കും അറിയുന്നില്ല, ഞാൻ ഈ ജീൻസൊക്കെ ഇട്ടിട്ടാ. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം പിക്കിൾ ബോൾ കളിക്കാൻ പോവാം. എക്സൈറ്റഡ്. നമ്മുടെ ഗെയിം കഴിഞ്ഞു. മോസ്റ്റ് ഓഫ് ദ ഗെയിംസ് ഞങ്ങളാണ് ജയിച്ചത്. പക്ഷെ എന്നാലും ഫസ്റ്റ് ടൈമറിനെ വെച്ച് നോക്കുമ്പോൾ, പ്രോക്കളെ വെച്ച് നോക്കുമ്പോൾ നമ്മളെന്തോന്നാണ് ബെറ്റർ. അമൃതേച്ചി, ഫസ്റ്റ് ടൈമിൽ നമ്മളെ വെച്ച് നോക്കുമ്പോൾ പ്രോ ആണോ ഫസ്റ്റ് ടൈമേഴ്സ് ആണോ ബെറ്റർ? പ്രോ ആരാന്നറിയില്ല. ഇത് പ്രോ, ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമേഴ്സാണ്. ഗായു റെഫറി. ഞങ്ങളായിരുന്നു ബെറ്റർ. വെൽ പ്ലേഡ്. ഞങ്ങളുണ്ടല്ലോ പിക്കിൾ ബോൾ കഴിഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂർ ബർഗറിൽ വന്നിട്ടുണ്ട്. ആക്ച്വലി എറണാകുളത്തുണ്ട് ഇത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ബർഗർ ആൻഡ് സ്റ്റേക്ക് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അമൃതേച്ചി ഇതുവരെ കഴിച്ചിട്ടില്ല. 1 ആകുമ്പോഴും അവിടെ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പുറത്ത് പോയിട്ട് ജ്യൂസ് കുടിച്ചു. ഫസ്റ്റ് ലോഡഡ് ഫ്രൈസ് ആണ് ഓർഡർ ചെയ്തത്. നമ്മളുണ്ടല്ലോ ബിസ്ക്കറ്റിന്റെ ബർഗർ ട്രൈ ചെയ്തതാ. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആക്ച്വലി കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. മേഗിയോ? അമ്മളേജ് ഇഷ്ടമായോ? ചേട്ടനും ഇഷ്ടമായി. ബിസ്ക്കറ്റ് ഇഷ്ടപ്പെട്ടോ? ബിസ്ക്കറ്റ് കിട്ടിയില്ല.
ബ്രിസ്ക്കറ്റ് അല്ല, ബ്രിസ്ക്കറ്റ് ബർഗറിലുള്ള ബ്രിസ്ക്കറ്റ്. നമുക്ക് ബ്രിസ്ക്കറ്റ് കിട്ടിയില്ല, ബ്രിസ്ക്കറ്റ് ബർഗറാ കഴിച്ചുള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടോ? ഇല്ല. ഓക്കെ, മേഘയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മേഘ ഏറ്റവും കൂടുതൽ ഇഷ്ടമായി ഫ്രഞ്ച് ഫ്രൈസ്, മഷ്റൂം. ഗായനോ? എല്ലാം ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ ലഞ്ച്. നമ്മൾ അവിടുന്ന് കഴിച്ച് പിന്നെ വീട്ടിൽ വന്നിട്ട് വീണ്ടും ലഞ്ച് കഴിക്കാൻ അമ്മ ഉണ്ടാക്കിയത്. ഫോട്ടോ എല്ലാം എടുത്തു. എന്തൊക്കെ ഉണ്ടാക്കി അമ്മ? അവിയില് മീൻ കറി, മീൻ വറുത്തത്, പിന്നെ ചിക്കൻ കറി, പിന്നെ മോര്, പപ്പടം, നാരങ്ങ, വെടുപ്പളി നാരങ്ങ അച്ചാറ്, പുളിഞ്ചി. ഹായ്. അപ്പോൾ എനിക്കറിയാം കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ ഈ ഓണം വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഏതാ ദിവസം? ഇന്ന് സെപ്റ്റംബർ 13. ഇന്ന് സെപ്റ്റംബർ 15 ആയി. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആകെ കുറച്ചുണ്ടായിരുന്നുള്ളൂ ഞാൻ വ്ളോഗ്. കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആകെ 5 മിനിറ്റ്സ് എന്തോ ഉള്ളൂ. യെസ്. അപ്പോൾ ഇന്നൊരു മൺഡേ ആണ്. ഇന്ന് എനിക്ക് ഓഫീസിൽ പോകണം. ഞാനിപ്പോൾ രാവിലെ കഷ്ടപ്പെട്ട് എങ്ങനെയോ എണീറ്റു. ഞാനിപ്പോൾ നേരത്തെ എണീക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കറിയില്ല, വെരി ഡിഫിക്കൾട്ട്. എന്തെങ്കിലും മോർണിംഗ് രാവിലെ എണീക്കാൻ കുറച്ചുകൂടെ നേരത്തെ എണീക്കാനുണ്ട്. എങ്ങനെയാണെങ്കിലും ഞാൻ ഒരു 8:30 ആകുമ്പോഴേക്കും എണീക്കും. പക്ഷെ എനിക്കൊരു 5 ഒക്കെ ആകുമ്പോഴേക്കും എണീക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം. ഞാൻ നേരത്തെ ഉറങ്ങി. ഇന്നലെ ഞാൻ ആക്ച്വലി ഒരു 10 ഒക്കെ ആയപ്പോഴേക്കും ഉറങ്ങി. പക്ഷെ എന്നാലും എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ബോഡി അങ്ങ് എണീക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഉറക്കം വരുന്നൊരു ഫീൽ. യെസ്. അപ്പോൾ ഞാൻ ഓൾറെഡി എണീറ്റു. ഞാൻ ഇന്നലെ ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ ഡീക്കാത്തലോൺ പോയി. ഡീക്കാത്തലോൺ എന്നാണോ പറയുക, ഡെക്കാത്തലോൺ എന്നാണോ പറയുക, അതെനിക്കറിയില്ല. ഞാൻ എൻ്റെ ബോക്സിങ് ഗ്ലൗവ് മേടിച്ചു. ഞാനിപ്പോൾ ബോക്സിങ്ങിന് പോകണ്ടല്ലോ. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 1 month ആയി. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഗ്ലൗവ് മേടിക്കാം. അമ്മേ അയ്യോ. ബോക്സിങ് ഗ്ലൗവ് അപ്പം ഞാൻ മേടിച്ചു. യെസ്. കാരണം അത് അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ അവിടെ ഓൾറെഡി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൗവ് ഉണ്ട്, അതാ യൂസ് ചെയ്യാറ്. അതുണ്ടല്ലോ സ്റ്റിങ്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഓഫ് സ്റ്റിങ്കിനെസ് ആണ് അതിന്. ഞാനത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചാലും എൻ്റെ കയ്യിൽ ആ നാറ്റൂസ് പോവില്ല, അറിയോ? ഞാൻ എന്നിട്ട് കുളിച്ച് കഴിഞ്ഞ് പിന്നെ ഹാൻഡ് വാഷ് ഇട്ട് നല്ല കഴുകുകയൊക്കെ ചെയ്താലേ അത് പോവുള്ളൂ. വെരി ബാഡ് സിറ്റുവേഷൻ. എൻ്റെ കുരു ഉണ്ടല്ലോ, എൻ്റെ കുരു ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. ഒരെണ്ണം വന്നിട്ട് അത് ഇന്നലെ ഞാൻ മുഖം കഴുകിയപ്പം കുറച്ചിങ്ങനെ പോയ പോലെയായി. പിന്നെ ഈ സൈഡിലും എനിക്കറിയില്ല. ഞാനിപ്പോൾ 3 months ആവാറായി. എന്താ പറയുക, ഡോക്ടറൊന്നും മരുന്ന് കഴിക്കുന്നു. 3 months കഴിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഓൾമോസ്റ്റ് ഒരു 1 month കൂടെ ഉള്ളൂ. 20 days പോയാൽ മതിയായിരുന്നു. എനിക്കിഷ്ടമല്ല. യെസ്. വേറെ കാര്യമായിട്ട് അപ്ഡേറ്റ് ഒന്നുമില്ല. ബോക്സിങ് കുറച്ചുകൂടെ ഞാൻ 1 month പോയി എന്ന് പറഞ്ഞാലും 1 monthൽ പകുതി വെയിറ്റ് ട്രെയിനിങ്ങും പകുതി ബോക്സിങ്ങും. അപ്പോൾ ഒരു 10-15 days മാക്സിമം പോയിട്ടുണ്ടാവും. അപ്പോൾ പ്രോപ്പർ ആയിട്ടില്ല എൻ്റെ ഇതൊന്നും. അത് കുറച്ചുകൂടെ സ്പീഡിലൊക്കെ ആക്കാനുണ്ട് കുറേ തിങ്സ്. യെസ്. അപ്പോൾ നല്ല പ്രാക്ടീസ് ചെയ്യണം. ഞാൻ മുടങ്ങാണ്ട് പോകണം. എനിക്കാണെങ്കിൽ ഞാൻ വീട്ടിൽ പോകുന്ന ദിവസം പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വർക്കുള്ള ദിവസം പോകാൻ പറ്റില്ല. ഞാൻ ഇതുവരെ അങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് പോകാണ്ടിരുന്നിട്ടില്ല. എന്തെങ്കിലും വരും, അപ്പോൾ അങ്ങനെ പോകാണ്ടിരിക്കില്ല. പക്ഷേ പോണം. ഇന്ന് ഈവനിങ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. വേറെ എന്താണ് അപ്ഡേറ്റ്സ്? ഞാൻ ഈ മന്ത് ഉണ്ടല്ലോ 3 ബുക്ക് വായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ബുക്ക് പോലും ഫിനിഷ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ആ ബുക്ക് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതിലാണ്. എന്താ പറയുക, എനിക്ക് കുറച്ചധികം ബുക്സ് ഫിനിഷ് ചെയ്യണം എന്നുണ്ടായിരുന്നു ഈ 3 months. പക്ഷെ പറ്റിയില്ല. പക്ഷെ ഞാൻ ഇപ്പം എന്താ പറയുക കുറച്ചും കൂടി ഇതായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. 101 essays that will change the way you think എന്ന് പറഞ്ഞ ബുക്കാണ് ഞാൻ വായിക്കുന്നത്. ഭയങ്കര അടിപൊളി ബുക്കാണ്. അറ്റോമിക് ഹാബിറ്റ്സ് കഴിഞ്ഞിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബുക്കാണ്. ഭയങ്കരമായിട്ട് നമ്മൾക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യേണ്ടതാണ്. യെസ്. പിന്നൊന്നുമില്ല. ക്യൂട്ട് ഇയറിങ്സ്. ഇത് 4 Real എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ്. ഇത് ഇമോയ്, ഇത് beige.in.
ഞാൻ ആക്ച്വലി ഒരു ബിഗ് ഡിസിഷൻ എടുത്താലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ലൈക്ക് ഇറ്റ്സ് എ ബിഗ് ഡിസിഷൻ. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ട് ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. യെസ്, നോക്കട്ടെ, മേ ബി അത് ഒരു ഫ്യൂ മന്ത്സിൽ എടുക്കുമായിരിക്കും. ഓക്കെ, ബൈ ബൈ. ആൻഡ് നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ്, വ്ളോഗ് അല്ലാണ്ട് യൂട്യൂബ് ലോങ് ഫോം എന്തൊക്കെ വീഡിയോസ് കാണണം എന്ന് ജസ്റ്റ് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടാം. യെസ്, അപ്പോൾ എനിക്കറിയാൻ പറ്റുമല്ലോ നിങ്ങൾ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഈ ലോങ് ഫോം എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, ഇത് നല്ല സ്റ്റോറേജ് എടുക്കുന്നൊരു പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്യാനും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത്രയും ടൈം കിട്ടിയില്ലെങ്കിൽ ആ ഫുട്ടേജ് എൻ്റെ ഫോണിലിരിക്കും. അപ്പോൾ സ്റ്റോറേജ് ഫുള്ളായിട്ട് എനിക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു തലവേദനയാണ് യൂട്യൂബ് വീഡിയോസ് എടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക, കുറച്ച് സ്ലോ. എനിക്കങ്ങനെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റില്ല. പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇടാം, കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഇപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ എന്തായാലും 2 മണിക്കൂർ എടുക്കും എനിക്ക് കേട്ടോ. യെസ്, അത്ര കാര്യമായിട്ടുള്ള എഡിറ്റിംഗ് ഒന്നും ഇല്ല. മേ ബി ചെയ്ത് സ്പീഡാകുമായിരിക്കും അല്ലേ. ബൈ ബൈ. ഇപ്പം അത്രയും കളർ കുഴപ്പമില്ല, ചില സമയത്ത് ഭയങ്കര കളറായിട്ട് എനിക്ക്. Bye bye. If you like this video, just subscribe, like, share, and എന്തൊക്കെ ഡിഫറൻസ് വരുത്തണം എന്നൊക്കെ എന്നോട് പറഞ്ഞാൽ മതി. ലൈക്ക് എന്തെങ്കിലും വേറെ വീഡിയോസ് ഓർ വേറെ കൈൻഡ് ഓഫ് വീഡിയോസ് അങ്ങനെ. ബൈ ബൈ.